എന്തായാലും ഈ വീടിനെ കുറിച്ച് വ്യക്തമായ അറിവോ ഇവിടെ നിന്ന് തന്നെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടോ കിട്ടിയിട്ടുള്ളവരായിരിക്കും കള്ളന്മാർ. അല്ല, ഞാനല്ല, ഞാൻ കണ്ടതോ കേട്ടതോ അല്ല. എന്നെ കള്ളനാക്കണത് അമ്മയാണ്, അച്ഛനാണ്, കണ്ടുദൃഷ്ടിയാണ്, ഭൂമി ദേവിയാണ്, വേളാങ്കണ്ണി മാതാവാണ്, ശബരിമല ശാസ്താവാണ്. സത്യം എനിക്കൊന്നും അറിഞ്ഞൂടാ. സ്വന്തം ചോറെടുത്ത് വല്ലവന് കൊടുക്കുന്നവനല്ല ഈ രമേശൻ. അങ്ങനൊന്നും പറയണ്ട. ആ കാറിൽ ബസ് ഫെയർ വാങ്ങി ആളെ കയറ്റി ഓടിക്കാൻ നോക്കിയവനാ നീ. അബദ്ധം, ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാ, അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ ആരായിരിക്കും? ഞാൻ പറയുന്നതേ, ഇനിയിപ്പോ ഇതിന്റെ പിന്നിൽ അന്വേഷിച്ചു പോണ്ടെന്ന്. അതെ, ചിലപ്പോ ഭീകര കൊള്ളക്കാർ വല്ലവരായിരിക്കും. നമ്മളെ വകവരുത്തി കളഞ്ഞാലോ? എന്നാലും സാരമില്ല ചേട്ടത്തി, എനിക്ക് എന്റെ ചവല ചുവപ്പ് കാറ് വേണം. 530. ആ കാറാണ് എനിക്കെങ്കിൽ ഞാനത് പോട്ടേന്ന് വെച്ചേനെ. പക്ഷെ എന്റെ കാറ് കൈവിട്ട് പോയല്ലോ ചേട്ടത്തി, കൈവിട്ട് പോയി. ഇനി ഏത് കാറിനെയാണ് ഞാൻ നിത്യവും കഴുകി തുടക്കേണ്ടത്? ഏത് കാറിന്റെ കണ്ണാടി നോക്കിയാണ് ഭഗവാനെ ഓഫീസിൽ പോകുമ്പോ തലമുടിയുടെ ഫൈനൽ ടച്ചപ്പ് നടത്തേണ്ടത്? എന്നെ കൂടി അങ്ങ് വിളിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ കരുതി അങ്ങ് സമാധാനിക്കുക. ഏതായാലും കേസായതല്ലേ, അവരന്വേഷിക്കട്ടെ. അതെ, നമുക്ക് അവർക്ക് അല്പം സമയം കൊടുക്കാം. പോലീസുകാർ മനുഷ്യരാണേ, അന്വേഷണത്തിന് സമയമെടുക്കും. നമുക്ക് കാത്തിരിക്കാം. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ കൊടുക്കേണ്ടി വരും. നിങ്ങളും കൂടെ വരണം. അതെ, അതെന്തിനാ? വന്നേ പറ്റൂ. കേറിയാട്ടെ. ചെല്ലണം. വിശ്വട്ടൻ വലിയ പദവിയിലുള്ള ആളല്ലേ, ബാക്ക് സീറ്റിൽ തന്നെ ഇരുന്നാ മതി. വലിയ പദവിയിലുള്ള രണ്ടുപേരും കൂടെ പുറകോട്ട് കേറിക്കാട്ടെ. കേറ് കേറ്, വണ്ടി എടുക്കടാ കുട്ടപ്പ. സതി, ശരി നരേട്ടാ. ഇവളുടെ കയറി കിട്ടിയില്ലെങ്കിലും വേണ്ടൂല, എന്റെ കയറി കിട്ടണേ ഭഗവാനെ. ഞാൻ തേങ്ങ അടിച്ചേക്കാവേ എന്റെ വിഘ്നേശ്വര. എന്നാലും എന്നെ എല്ലാരും കൂടെ ചേർത്ത് കള്ളനാക്കിയല്ലേ. നീ നിന്ന് കറങ്ങാതാ, പോടാ പോടാ, മിണ്ടൂല പോ. ഒന്ന് ഇറങ്ങിയാട്ടെ. അല്ലേ എടുത്തി സ്റ്റേഷനിലേക്കല്ലേ പോണ്ടത്? അവിടെ ചെന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്താലേ എനിക്ക് തൃപ്തിയാവും. ഈ കള്ളന്മാർ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. ഒരു കാലം കള്ളന്മാർ ഈ സമൂഹത്തിലെ പുഴിക്കുത്തുകളാണ് ചേച്ചി, പുഴിക്കുത്തുകൾ. ഈ കള്ളന്മാരൊക്കെ എങ്ങനെയാ നമ്മൾ എന്താ ചെയ്യാ? കാർ എവിടെ കടത്തി? അല്ല ചേട്ടത്തി, കാർ എങ്ങോട്ട് അറിയാൻ വേണ്ടിട്ടല്ലേ നമ്മൾ സ്റ്റേഷനിലോട്ട് പോകുന്നത്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. പോയത് ഭാര്യമാർക്കാണെങ്കിൽ പോക്കിയത് കണവന്മാര് തന്നെ. അല്ല മറിയ ചേട്ടത്തി. വേണ്ട 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 വേണ്ട, ഒന്നും പറയണ്ട. നാടൻ രീതി പറയുമല്ലോ, അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന്. നിങ്ങളിപ്പോ അന്തം വിട്ട് നിൽക്കുക, എന്തും ചെയ്തു കളയും. പക്ഷേ ഈ ചെയ്തത് എന്റെ കാശെടുത്താ കുഞ്ഞുങ്ങളെ. അല്ല, അത് വണ്ടി വിറ്റ് അവർ കാശ് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കും. ആ കാശ് ഞങ്ങൾ കൃത്യമായിട്ടും മറിയച്ചേട്ടത്തിക്ക് തന്നെ തരും. പോലീസിനെ ഭാര്യമാരെ വിളിച്ച് പറഞ്ഞ്. പക്ഷേ ഇനി കേസ് അങ്ങോട്ട് ബലപ്പിക്കണ്ട. അതെ അതെ, ഇതെല്ലാം കടന്ന കളിയായി പോയി കേട്ടോ. പക്ഷേ നിങ്ങളെയും കുറ്റം പറയുന്നില്ല. ഓരോ സ്ഥാനത്തിരിക്കുമ്പോഴേ ആ സ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവൂ. നമ്മൾ ചെയ്യുന്നത് കടന്നതായി പോയി എന്ന് മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യും. ദേ, സംഗതി കുരുക്കുകളിലേക്കാ പോകുന്നതെങ്കിൽ മാറിയേ ഇടപെടും. അപ്പൊ പിന്നെ വിട്ടോ, വണ്ടി എടറാ. ഇപ്പഴാ ഒരു സമാധാനം ആയത്.
നീ കണ്ട സ്വപ്നങ്ങളെ പറ്റി വിശ്വാസനോട് പറയായിരുന്നത്? അയ്യോ വേണ്ട, ആ അങ്ങനെയുള്ള ഒരു സൂചനയും നമ്മൾ കൊടുക്കരുത്. നമ്മളിൽ സംശയം കൂടുകയുള്ളൂ. എന്തായാലും എന്റെ ജോലി പോയല്ലോ ഭഗവാനെ. കരയാതെ കണ്ടുപിടിക്കും. പോലീസ് അതൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിക്കും. അതിരിക്കട്ടെ, പോലീസ് കേസ് കൊടുത്താ? വിശ്വനാഥ് സാറും നരേന്ദ്ര സാറും കൂടെ പോയിട്ടുണ്ട്. അമ്മാവനും സുഖണ്ടൊക്കെ എവിടെ? ഞാൻ കണ്ടില്ല. ഇവന്മാര് കാറിന്റെ ഒക്കെ പെയിന്റ് മാറ്റിയടിച്ചു കാണും. പക്ഷെ എന്നെ പറ്റിക്കാൻ പറ്റൂല. ഞാനുണ്ടല്ലോ ജാഗരൂകനാണ്, ജാഗരൂകൻ. മോഷ്ടിച്ച കാറ് കണ്ടുപിടിച്ചാൽ ഞാൻ അടങ്ങും. ആ കാറ് നമ്മുടെ കാറല്ലേ? എന്റെ പൊന്നമ്മാവ, അത് വെള്ളക്കാറല്ലേ? സതി ചേച്ചിയുടെ കാറിന്റെ നിറം ചുവപ്പല്ലേ? അതുമല്ല, ആ കാറിന്റെ ഷേപ്പ് അതല്ല. കള്ളന്മാർക്ക് ഷേപ്പ് മാറ്റാനാണോ പ്രയാസം? പെയിന്റ് കടയിൽ നിന്ന് 2 ലിറ്റർ പെയിന്റ് വാങ്ങിച്ച് അടിച്ചാ പോരായോ? കളർ മാറിയില്ലേ? ദേ നോക്ക്, എന്നെ പറ്റിക്കാൻ പറ്റൂല. കള്ളനെ ഞാൻ കൈയോടെ പിടിക്കും. അമ്മാവ ചുമ്മാ പ്രശ്നമാവും കേട്ടാ. പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാടാ ഞാൻ പോകുന്നത്. അമ്മാവ. ഇതാ എന്നെ. എന്താ എടാ ഭയങ്കര, എത്ര നാളായിട്ട് തുടങ്ങിട്ട് ഒന്നും അറിയില്ലെന്ന് വിചാരിച്ചല്ലേ? ഈ പ്രേക്ഷകനെ തടയാൻ ഒരുത്തരും വളർന്നിട്ടില്ലടാ, ഒരുത്തരും വളർന്നിട്ടില്ല. എത്ര കാലമായി ഇത് തുടങ്ങി? ഈ കള്ളനെ സാറെന്നോ?